നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെയിൻബോ കേക്കാണ്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യേണ്ട ടിന്നൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു പാത്രം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഇതുപോലൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ തടവിന് ശേഷം അതിലേക്ക് ഒരു അല്പം മൈദയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ആ മൈദ വന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ, ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിൽ ബാക്കി എക്സസ് ആയിട്ട് വരുന്ന നമുക്ക് കളയാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഈ പൊടിച്ച് വെച്ച പഞ്ചസാര ഇടുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര മൈദയിൽ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അതേ അളവിൽ ഒരു 1/4 ഗ്ലാസ് എണ്ണ. ഇതാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതായത് പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അതേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് ഈ പഞ്ചസാര എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, എഗ്ലെസ് കേക്കാണ്. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക്, എഗ്ഗൊന്നും കഴിക്കാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത് 1/4 ഗ്ലാസ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തൈര് വന്നിട്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നമ്മൾ അരിച്ചാണ് ചേർക്കുന്നത്. ഇപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുക. ഒട്ടും കട്ടിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നോർമൽ സ്പൂൺ വെച്ച് ബീറ്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ട്, ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. അപ്പോൾ ആ പരുവം നോക്കിയിട്ട് നമുക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വാനില എസൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്താൽ മതിയാകും. ഓക്കെ, വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെയിൻബോ കേക്ക് ആയതുകൊണ്ട് ഞാനിത് 3ആയിട്ട് പിരിച്ച് അതിലേക്ക് കളറുകൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ചുമലയും മഞ്ഞയും പച്ചയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ രീതിയിൽ കേക്ക് ടിന്നിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് വെള്ള കളറിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത് നമുക്കതിലേക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് ചുമല കളറിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് അതിൻ്റെ നടുക്കോട്ട് പച്ച കളറിലുള്ള ബാറ്റർ. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെള്ള കളർ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്തത് മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനെല്ലാം തനിത്ത് മിക്സ് ആകാൻ പാടില്ല.
അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി മാവ് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. ഇനി ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ കുക്കറിൻ്റെ വാഷറും ഇടാം, വിസിൽ നിങ്ങൾ മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമുക്ക് വെന്തോ നോക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല തണുത്തതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കാം. അപ്പോൾ ഞാനിത് കേക്ക് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നടുഭാഗമാണെങ്കിൽ നല്ല സ്പോഞ്ച് പോലെ നല്ല അറകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായം